നാലോട്ടിനു വേണ്ടി നിലപാടുകൾ മാറ്റുന്നവരല്ല ഞങ്ങൾ എന്ന് ഘോരഘോരം പ്രസംഗിക്കുകയും എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ നിലപാടുകൾ കാറ്റിൽ പറത്തുകയും ചെയ്യുന്ന ചില ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അതിലൊരാളാണ് നമ്മളുടെ ദേവസ്വം മന്ത്രി. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്, അപ്പോൾ മനസ്സിലാവും. ആക്ടിവിസ്റ്റുകൾക്ക് കയറി നിരങ്ങാനുള്ള ഇടമല്ല ശബരിമല. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഒരു പ്രയോഗം എന്ന് പറയുന്നത്. ഈ സ്ത്രീകളെ കൊണ്ടുപോയ നടപടി പിൻവലിച്ചതിനെ സാധൂകരിച്ചുകൊണ്ട് അന്ന് കുറേ വിമർശനങ്ങൾ വന്നു. എന്തുകൊണ്ട് അവർ ഇറങ്ങാൻ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ആക്ടിവിസ്റ്റുകളും മറ്റു ആളുകളൊക്കെ രംഗത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആക്ടിവിസ്റ്റുകൾക്ക് നിരങ്ങാനുള്ള ഇടമല്ല ശബരിമല, അത് ഭക്തർക്ക് പോകാനുള്ള ഇടമാണ്. അപ്പോൾ ആ നിലയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ സ്വീകരിച്ച് ഇവിടെ കലാപകലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ ശാന്തതയിലേക്ക് കൊണ്ടുവരാനും സുപ്രീം കോടതിയിൽ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. വിശ്വാസി സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് പോറലേൽപ്പിക്കുന്നതിൽ ഒരു കാര്യം ചെയ്യാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ചില ആൾക്ക് ഇപ്പോൾ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ അതെ നമ്മളൊരു വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. നമുക്കെന്താ ആ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ വിശ്വാസം അത് സംരക്ഷിക്കാൻ ബാധ്യത ഗവൺമെന്റില്ലേ? എല്ലാവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ ബാധ്യത ഗവൺമെന്റ് ഉണ്ട്. ആരുടെ വിശ്വാസത്തിന് പുറത്തേൽക്കുക, അത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ക്രിസ്ത്യാനിയും മുസ്ലിമാനും ആരായിരുന്നാലും അവരുടെ വിശ്വാസത്തിനും അവരുടെ രീതിക്കും അനുസരിച്ച് ജീവിക്കാൻ പ്രവർത്തിക്കാൻ സാധിക്കണം. അത് ഹിന്ദുക്കൾക്ക് സാധിക്കണം, ക്രിസ്ത്യാനിക്കും സാധിക്കണം, മുസ്ലിമാനും സാധിക്കണം, പാഴ്സിക്കും എല്ലാവർക്കും സാധിക്കണം. ഇവിടെ ഹിന്ദു സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾക്ക് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്ന എതിർപ്പുണ്ട്. ആ എതിർപ്പ് വിശ്വാസി സമൂഹത്തിന്റെ എതിർപ്പാണ്. ആ എതിർപ്പിനോടൊപ്പമാണ് ഞങ്ങളുടെ പാർട്ടി. കേട്ടല്ലോ, അന്ന് ഇരുട്ടിന്റെ മറവിൽ ചാക്കിൽ കയറ്റി ശബരിമല അയ്യപ്പന്റെ മുന്നിൽ എത്തിച്ച സ്ത്രീകൾ അവരെവിടെ? നവോത്ഥാനം അതിൽ കെട്ടാൻ പോയ ചേച്ചിമാരെവിടെ? നവോത്ഥാനം നടപ്പിലാക്കി എന്ന് പറഞ്ഞ് പോസ്റ്റിട്ട് അണ്ണന്മാരെവിടെ? ആർക്കും മുണ്ടാട്ടമില്ലേ? ആരുടെ ഒരു അനക്കവും ഇല്ല.